ചിറ്റൂർ GVGHSSൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ഭാഷാ ക്ലബ്ബുകളുടെയും പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ രാമൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും ഭാഷയോടും സാഹിത്യത്തോടുമുള്ള താല്പര്യം വളർത്തുന്നതിനും ഇത്തരം കൂട്ടായ്മകൾ സഹായകരമാകുമെന്ന് രാമൻകുട്ടി പറഞ്ഞു. ഒരുപാട് നാട്യറിവുകൾ നമുക്ക് മനസ്സിലാക്കണം അല്ലേ? പ്രത്യേകിച്ച് നാടൻപാട്ട് ചിറ്റൂർ വന്നിട്ട് നാടൻപാട്ടിനെ കുറിച്ച് കൂടുതൽ ആവശ്യമില്ലാന്ന് പറയാൻ പാടില്ല. കാരണം നാടൻപാട്ടിന്റെ ഏരിയയാണ്. ഇവിടെ വാൽക്കുട്ടി എന്ന് പറഞ്ഞ സ്ഥലം പാട്ട് ഗ്രാമം. ഞാൻ അവിടെ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. നല്ല ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ അമ്മമാർ വരെ പാടുന്നത് കേട്ടാൽ ഞാൻ തന്നെ ബോധം കെട്ട് പോയിട്ടുണ്ട്. പല ഭാഗം എന്താ പറയാ, സരസ്വതി ദേവി കരിഞ്ഞു കൊടുത്ത വിതറിയിട്ടുള്ള ഒരു ഏരിയയിലാണ് എനിക്ക് ആ ഭാഗത്ത് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കാതെ പാടിയാൽ നിങ്ങളിൽ ഉണ്ടാവാം പാട്ട് ഗ്രാമത്തിലെ ആരെങ്കിലും പാട്ട് ഗ്രാമത്തിലെ കുട്ടികൾ ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു വേണം ഞാൻ പാടുന്നെങ്കിൽ. ഓക്കെ, എന്തുകൊണ്ടാണ് നാടൻ പാട്ടിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം? ഒരു സിനിമ പാട്ട് ആയിക്കൂടെ അല്ലേ? നാടൻ പാട്ടിൽ എന്തുകൊണ്ടാണ്? നാടൻ പാട്ടിൽ ഒരുപാട് നാട്ടറിവുകൾ നമ്മൾക്ക് അറിയാനുണ്ട്. പാട്ടുകൾ തന്നെ ഒരു നാട്ടറിവുകൾ, നാട്ടുശീലങ്ങൾ, നാട്ടുഭാഷകൾ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നാടൻ പാട്ട് ഒരു പ്രത്യേക വിഷയം തന്നെ. മത്സരത്തിനൊക്കെ പോകുമ്പോൾ പല കുട്ടികളും നാടൻ പാട്ട് നന്നായി പാടുന്നുണ്ടാകും. പക്ഷെ പാടുന്ന പാട്ടുകൾ നാടൻ ഈണെന്നുള്ള എഴുത്തുപാട്ടുകളാണ് കൂടുതൽ എടുത്ത് പാടുന്നത്. എത്ര നന്നായി പാടിയാലും ആ മത്സരത്തിന് മാർക്ക് കിട്ടില്ല. എത്ര നന്നായി പാടിയാലും മാർക്ക് കിട്ടില്ല. കാരണം നാടൻ പാട്ടിൽ മത്സരത്തിന് ഉപയോഗിക്കുമ്പോൾ തനത് പാട്ടുകൾ, വാമൊഴിപ്പാട്ട്, വരമൊഴിപ്പാട്ട്, അനുഷ്ഠാന പാട്ടുകൾ ഇങ്ങനെയുള്ള പാട്ടുകൾ കണ്ടെത്തിയിട്ട് അത് മത്സരത്തിന് പാടിയാൽ മാത്രമേ നമുക്ക് ഇത് എന്താ പറയുക, നമ്മൾ മാർക്ക് കിട്ടുള്ളൂ. വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. വിജയികൾക്ക് രാമൻകുട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളോടൊപ്പം സമയം ചെലവഴിച്ച അദ്ദേഹം നാടൻപാട്ടിന്റെയും കലാസാഹിത്യത്തിന്റെയും വിവിധ തലങ്ങളെക്കുറിച്ച് കുട്ടികളുമായി സംവദിച്ചു. കലയും സാഹിത്യവും പഠനത്തോടൊപ്പം ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു. ഭഗവാനോ ഇന്നെന്താ ഭഗവാനോ വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ, കൊക്കുകറ പൊന്മറയിൽ കൊക്കുകളി കണ്ടു താമസിച്ചേ, കൊക്കുകറ പൊന്മറയിൽ കൊക്കുകളി കണ്ടു താമസിച്ചേ, വന്നുദിച്ചേ ഇന്നുദിച്ചേ ആദിത്യൻ ഭഗവാനോ ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ, കുതിരകറ പൊന്മറയിൽ കുതിരകളി കണ്ടു താമസിച്ചേ, കുതിരകറ പൊന്മറയിൽ കുതിരകളി കണ്ടു താമസിച്ചേ. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക ബിനീത അധ്യക്ഷയായി. ചടങ്ങിൽ വിവിധ ഭാഷാ അധ്യാപകർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ ഭാഷാപരമായ കഴിവുകളും സർഗാത്മകതയും വളർത്തുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഭാഷാ ക്ലബ്ബുകളുടെയും പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുമെന്ന് അധ്യാപകർ അറിയിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ഡോക്ടർ രഞ്ജു ദേവി സ്വാഗതം പറഞ്ഞു. ഹിന്ദി അധ്യാപകൻ അരുൺ നന്ദി രേഖപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ വായനാശീലവും സാഹിത്യ അഭിരുചിയും കലാപരമായ കഴിവുകളും വളർത്തുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് വേദിയൊരുക്കുകയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഭാഷാ ക്ലബ്ബുകളുടെയും ലക്ഷ്യം. UTV ന്യൂസ്, പാലക്കാട്.